നമസ്കാരം. തൃശൂരിലെ സ്വർണ്ണക്കടകളിൽ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന GST വകുപ്പ്. ഏതാണ്ട് 100 കോടി രൂപയിലധികം വിറ്റുവരവ് വെട്ടിപ്പ് നടന്നതായാണ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ പരിശോധന അനാവശ്യമായിട്ട് ഉള്ളതാണെന്നും ഓണക്കാല വ്യാപാരത്തിന് തിരിച്ചടി ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം GST വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പരിശോധനയാണ് എന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഓപ്പറേഷൻ ആർക്കൺ സ്റ്റോൺ എന്ന പേരിൽ സംസ്ഥാന GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ 200-ലധികം ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. തൃശൂർ ജില്ലയിലെ 16 സ്വർണ്ണ വ്യാപാരികളുടെ സ്ഥാപനങ്ങളിലും വസതികളിലും ഉൾപ്പെടെ 42 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ഒരു പരിശോധന നടന്നത്. ഇതിൽ 36 കിലോയോളം സ്വർണം അനധികൃതമായി സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ നികുതി വെട്ടിപ്പിന് ഇതുവരെ 2 കോടി രൂപയിൽ അധികം പിഴ ഈടാക്കിയെന്നും വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. നികുതി വെട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ തുടരുമെന്ന് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് കമ്മീഷണറും അറിയിച്ചിട്ടുണ്ട്. GST പരിശോധന അനാവസരത്തിൽ ഉള്ളതാണെന്നും ഓണക്കാല വ്യാപാരം തടസ്സപ്പെടുത്താനാണെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ എന്നിവർ ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച പുതിയതായി ആരംഭിച്ച സ്വർണ്ണ വ്യാപാരശാലയിൽ പോലും റെയ്ഡ് നടത്തി അപമാനിക്കുകയാണ് ചെയ്തത്. പരിശോധിച്ച സ്ഥാപനങ്ങളിൽ നിന്നും നാമമാത്രമായ അധിക തൂക്കം സ്വർണം മാത്രമാണ് കണ്ടെത്തിയത്. അതിനെ പർവ്വതീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്നും അത് കാടടച്ച് വെടിവെക്കലാണെന്നും സ്വർണ്ണ വ്യാപാര മേഖലയെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും അവർ പറയുകയാണ്. 200ഓളം ഉദ്യോഗസ്ഥർ ആഘോഷമായി പങ്കെടുത്ത പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ കൃത്യമായ കണക്ക് സഹിതം വെളിപ്പെടുത്തണം. സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നതിനാൽ വ്യാപാരത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലുള്ള വ്യാപാരം കൂടി നഷ്ടപ്പെടുത്തരുതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്തണമെന്നും അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പല ജ്വല്ലറികളിലും നടക്കുന്ന റെയ്ഡുകളും അതോടൊപ്പം തന്നെ അവർ നടത്തുന്ന തട്ടിപ്പുകളും എല്ലാം തന്നെ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരികയാണ് GST വകുപ്പും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സും. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരു ഒറ്റ നിമിഷം, അതായത് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ കേരളത്തിലെ മിക്ക ജില്ലകളിലും അടക്കം വമ്പൻ ഷോറൂമുകൾ തുറന്ന ഒരു ജ്വല്ലറി ഇപ്പോൾ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ്. ജ്വല്ലറിയിലേക്ക് സ്വർണം വാങ്ങാനെത്തിയ ഉപഭോക്താക്കളെ എല്ലാം പറഞ്ഞും പറ്റിച്ചും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവസാനം അവർ സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ സ്വർണമില്ല എന്നും സ്വർണത്തിന്റെ പണം നമ്മളിലില്ല, ഇതെല്ലാം മുതലാളിയുടെ കയ്യിലേക്കാണ് എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. ജീവനക്കാരെ വരെ ചതിച്ച ഒരു ജ്വല്ലറി അൽ മുക്താഖ് ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയുടെ പേരടക്കം ഒരു വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ ബ്രാഞ്ചുകളിലടക്കം അവരുടെ പല ഷോറൂമുകളിലടക്കം ഓരോ ദിവസവും ഈ നിക്ഷേപകർ വന്ന് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ്. അവരുടെ പേരിൽ പല സ്റ്റേഷനുകളിലും പോലീസ് സ്റ്റേഷനിലടക്കം ഉപഭോക്താക്കൾ കേസ് കൊടുത്തതും അടുത്തിടെയാണ്. കേരളത്തിൽ സ്വർണത്തിന്റെ ഞെട്ടിക്കുന്ന വില വർധനവാണ് ഇന്നുണ്ടായത്. 1000 രൂപയിലധികം വർദ്ധിച്ച് പവന് വില വൈകാതെ 80,000 രൂപ എത്തിക്കുമെന്ന ഒരു തോന്നൽ ഇന്നുണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില ഇത്രയും കുതിക്കാൻ കാരണം. മാസങ്ങൾക്ക് മുമ്പ് വരെ പവൻ വില പിടിവിടുമെന്ന് പറയുമ്പോഴും ഇത്രയും ഉയരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഡോളർ സൂചികയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് കേൾക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ താരിഫ് ഭീഷണി കാരണം സ്വർണ്ണവില കുതിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഇന്ത്യൻ രൂപ മൂല്യം ഇടിയുകയും കൂടി ചെയ്തതോടെ സ്വർണം മിന്നി തിളങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.